അസ്സലാമലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ അത്തി നോമ്പും ഇതൊക്കെ അതിൻ്റെ പേരിൽ നമുക്കിപ്പോൾ ഇത് ഇപ്പോഴും കുഴിച്ചിടാൻ പറ്റിയിട്ടില്ല. അത് മാസം 1ഉം 2ഉം ഒക്കെ കഴിഞ്ഞിട്ടാണ്. ഇതിപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഈ നോമ്പായ കാരണം എനിക്ക് ഇതൊന്ന് പുറത്ത് കൊണ്ടുപോയി കുഴിച്ചിടാൻ വരെ നേരം കിട്ടുന്നില്ല. അതാണ് സംഭവം. കണ്ടില്ലേ, ഇതിപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. വേരൊക്കെ വന്നിട്ട് ഉഷാറായിക്കണം. ഇപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് അതിൻ്റെ വേരൊക്കെ കേടുവരും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് എടുത്ത് കാണിക്കാത്തത്. നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ, നമ്മൾ ഈ അത്തിയൊക്കെ വെള്ളത്തിലിട്ട് അത് ചെയ്യുമെന്ന് പറഞ്ഞൊക്കെ വെറുതെ തോന്നിട്ട്. നല്ല മൂത്ത കമ്പൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അതിൽ വന്നത് കണ്ടില്ലേ, വേര് വന്ന് കണ്ടില്ലേ, ഒന്നത് അവിടെ കണ്ടില്ലേ, ഇതൊക്കെ വേര് വന്ന് നല്ല ഉഷാറായിട്ടുണ്ട്. മണ്ണിലേക്ക് ഇനി വെക്കണം. നമ്മൾ മണ്ണ് തയ്യാറാക്കിയിട്ട് വളമൊക്കെ മിക്സ് ആക്കിയിട്ട് അതിൽ വെച്ച് കൊടുത്താൽ ഇത് ഉഷാറാവും. ഇപ്പോൾ ഈ വെള്ളത്തിൽ ഇരുന്നിട്ടാണ് ഇപ്പോൾ ഇത് ഇത്രയും ആയിട്ടുള്ളത്. കണ്ടില്ലേ, വലിയ ഇലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഒഴിവ് കിട്ടുന്നില്ല. എനിക്ക് ഒരു ഒഴിവ് കിട്ടുകയാണെങ്കിൽ അത് നല്ല രീതിയിലേക്ക് ഒഴിച്ചിടായിരുന്നു. ഇനിയിപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് അത്തിയുടെ വിശേഷങ്ങൾ. കണ്ടില്ലേ. അപ്പം ഇനിയിപ്പോൾ നാട്ടിലൊക്കെ പോകണമെങ്കിൽ കമ്പ് ഇങ്ങനെ മുറിക്കുക, നാട്ടിൽ കൊണ്ടുപോയി വെള്ളത്തിലിട്ടേക്കുക. 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ വെള്ളത്തിലൊരു കളർ മാറ്റം വരുമ്പോൾ വെള്ളം മാറ്റി കൊടുക്കുക. അതേ അളവിന് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ അറിയാത്തവരൊക്കെയാണെങ്കിൽ നമ്മൾ ഏകദേശം എത്രയാണ് ഫസ്റ്റ് ദിവസം വെള്ളം കൊടുക്കുന്നത് അതിനൊരു മാർക്ക് ഇട്ടാൽ മതി. ഒരു മാർക്ക് ഇട്ടുകയാണെങ്കിൽ അതേ ദിവസം അതേ ലെവലിൽ തന്നെ വെള്ളം കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് ഉണ്ടായിട്ട് വരും. അപ്പോൾ അത് കണ്ട് അടിയിൽ തന്നെ മുളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം കൊടുത്തിട്ട് തൊട്ടപ്പുറത്ത് തന്നെ. അപ്പോൾ അത്തിക്കമ്പ് ഇങ്ങനെ നാട്ടിലേക്കൊക്കെ കൊണ്ടുപോവുക, കട്ട് ചെയ്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ ലേശം വെള്ളം സ്പ്രേ ചെയ്തിട്ടേ ഒരു ബോക്സിലാക്കിയിട്ട് അടച്ച് കൊണ്ടുപോയാൽ മതി. നാട്ടിലെത്തിയതിന് ശേഷം അതേമാതിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വരുമ്പത്തിന് ഇതേമാതിരിയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുഴിച്ചിടുമ്പോൾ നമ്മളെപ്പോഴും ചട്ടിയിൽ കുഴിച്ചിടാൻ ശ്രദ്ധിക്കുക. കാരണം മഴയും വെള്ളമൊക്കെ തട്ടുമ്പോഴേ ചീയും. കാരണം നമ്മളിപ്പോൾ അത് സ്ഥിരമായിട്ട് ഇത് അടിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൽ നിൽക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ പക്ഷേ ഇതിൻ്റെ മുകളിലൊക്കെ വെള്ളം ഇറങ്ങി ഫംഗസായിട്ട് വന്നിട്ട് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. കാരണം നാട്ടിൽ കുറേ 4-5 മാസമൊക്കെ മഴ ഉള്ളതല്ലേ. ഇപ്പം മഴ ഒന്നുമില്ല. ഇപ്പം ഇങ്ങനെയുള്ള അത്തി ഈത്തപ്പഴം ഇതൊക്കെ നമ്മൾ നാട്ടിൽ ഇനിയിപ്പോൾ കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തോന്നുന്നു. അമ്മാതിരി ചൂടാണ് ഇപ്പോൾ നാട്ടിൽ. ഇപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ കൃഷിക്കാർക്കൊന്ന് നോക്കട്ടെ. കാരണം അമ്മാതിരി ചൂടാണ്. നമ്മൾ പറയാം ഈത്തപ്പഴം പഴുക്കണമെങ്കിൽ ചൂട് വേണമെന്ന്. ആ ചൂട് ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ചൂട് 40-ഉം 42-ഒക്കെ അവിടെയും ആവുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇതേമാതിരി അത്തിയും ഈന്തപ്പഴമൊക്കെ ഇനി നാട്ടിലെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അത്തി വിശേഷങ്ങൾ. ഇതിപ്പോൾ ആർക്കെങ്കിലും വേണമെന്ന് ചോദിക്കണം, എന്നാൽ പിന്നെ കൊടുത്ത് അവർ കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ടാക്കിക്കോളും. കണ്ടില്ലേ. അതുമാതിരി തന്നെ നമ്മുടെ മുരിങ്ങക്കും ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുരിങ്ങ നമ്മൾ കുഴിച്ചിടുമ്പോൾ മുരിങ്ങയുടെ കമ്പ് നമ്മൾ വെട്ടിയിട്ട് നേരെ കുഴിച്ചിടല്ലേ ചെയ്യുക. അങ്ങനെ ചെയ്യരുത്. മുരിങ്ങയുടെ കമ്പ് വെട്ടിയിട്ട് ഒരു ചുമര് ചാരിയിട്ട് ഒരു മുക്കിൽ എവിടെയെങ്കിലും വെക്കുക. അപ്പോൾ അതിൻ്റെ നീരൊന്ന് വറ്റണം തണ്ടിൻ്റെ. മുരിങ്ങയുടെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്, അത്തിയുടെ അല്ല. അപ്പോൾ നീര് വറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടില്ലെങ്കിലും ഇതേമാതിരി മുരിങ്ങ അങ്ങനെ പൊടിച്ച് വരും. എന്നിട്ട് നീര് വറ്റും തോറുകയാണ് ഇത് പൊടിക്കുക. അപ്പോൾ നമ്മൾ ആ പച്ച കമ്പന്നെ കൊണ്ടുപോയിട്ട് നട്ടിട്ട് കുറേ വെള്ളം കൊണ്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടി ചീഞ്ഞിട്ടുണ്ട് കയറി വരും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ മുരിങ്ങയുടെ കമ്പ് വെട്ടിയിട്ട് ഒരു ഭാഗത്ത് വെക്കുക, മണ്ണിൽ കുഴിച്ചിടാതെ. അങ്ങനെ ഒരു 10-15 ദിവസം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതേമാതിരി ഇങ്ങനെ പൊടിച്ച് വരും സാധാ. ആ പൊടിച്ച് വന്നതിന് ശേഷം നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ മുരിങ്ങ അതേമാതിരി ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് മുരിങ്ങയുടെ അത്തിയുടെ ഒക്കെ വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.